وعلى آله وصحبه أجمعين أما بعد. സമാദരണീയനായ സമസ്ത കേരള മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി മുസ്തഫ അഷ്റഫി കക്കുപ്പടി അവരുകളെ, ഈ മഹത്തായ സംരംഭത്തിന്റെ സംഘാടകരായ SKSSFന്റെ ഇസ്തിഖാമ സമിതിയുടെ സംസ്ഥാന ചെയർമാൻ MD അബൂബക്കർ ബാരിമി അവരുകളെ, സംസ്ഥാന കൺവീനർ ജാമിഅ നൂരിയയിലെ പ്രൊഫസർ ബഹുമാനപ്പെട്ട സലീം ഫൈലി ഇർഫാനി അവരുകളെ, ഇവിടെ പ്രഭാഷണം നിർവഹിച്ച ബഹുമാന്യനായ അലവിദാരിമി കുടുമണ്ണ അവരുകളെ, സമാദരണീയനായ പൗരപ്രമുഖനും പ്രഗത്ഭ സംഘാടകനുമായ പാലത്തായി മൊയ്തു ഹാജി, കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഉരുളക്കുപ്പേര് മറുപടി കൊടുത്തുകൊണ്ട് പരിശുദ്ധ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യത തന്റെ ജീവിതത്തിന്റെ സമസ്തയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ പ്രിയപ്പെട്ട സുഹൃത്ത് നൗഷാദ് താഴക്കോട്, SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി റഷീദ് ഫൈസ് വള്ളായിക്കോട്, അബ്ദുൽ ഗഫൂർ അൻവരി, സുബൈർ മാസ്റ്റർ തുടങ്ങിയ SKSSFന്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ കുഞ്ഞാലംകുട്ടി ഫൈസി, ബഹുമാന്യ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, ഈ മുതലക്കുളം മൈതാനം ഒട്ടേറെ ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. വീണ്ടും ചർവണം നടത്തുന്ന മുടിവിവാദത്തിന്റെ ഒരു പോസ്റ്റ്മോർട്ടം എന്തുകൊണ്ട് ഇവിടെ വേദിയൊരുക്കപ്പെടുന്നു എന്ന് ചോദിക്കുന്നത് അപ്രസക്തമാണ് എന്ന കാര്യം തീർച്ചയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ സമാജം തീർപ്പ് കൽപ്പിച്ചതാണെങ്കിൽ പോലും സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ കൂടെ നിൽക്കാൻ തയ്യാറാവാതെ അസത്യപ്രചരണം ഒരു തപസ്സാക്കി മാറ്റിയ മുടിദാതാക്കളും പാനപാത്ര പ്രചാരകരും അരിയും തിന്ന് ആശാരിച്ചയും കടിച്ച് വീണ്ടും തട്ടി മുന്നോട്ട് എന്ന മട്ടിൽ കൊട്ടിയാടലുകളും നാട്യങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് സത്യത്തെ വീണ്ടും വിളിച്ചു പറയുക എന്ന വിദ്വേഷം കെട്ടിയാടിയ രാജാവ് നഗ്നനാണ് എന്ന് പറയുന്ന കൊച്ചുകുട്ടിയുടെ മനസ്സിനെ പോലെ സത്യത്തെ വിളിച്ചു പറയുക മാത്രമാണ് SKSSFന്റെ ഇസ്തിഖാമ നടത്തുന്നത്. അതിനപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരം വിഭാഗം അവരുടെ സ്റ്റേജുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാട്യം സംവാദത്തിനുണ്ടോ എന്ന വെല്ലുവിളി കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെ കേരളത്തിന്റെ പല ഭാഗത്തും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നേതാക്കളുടെ സമ്മതമില്ലാതെയും നേതാക്കളുടെ വിലക്ക് ലംഘിച്ചുകൊണ്ടും കുടൽ വ്യവസായം കണക്കെ പടർന്നുകൊണ്ടിരിക്കുന്ന പ്രാദേശിക സംഘടനകളുടെയും അവരുടെ സമാജങ്ങളും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി പല ഭാഗത്തും വെല്ലുവിളി നടത്തി സംവാദത്തിനുണ്ടോ എന്ന ചോദ്യം അവർ നടത്തുന്നത് സത്യാസത്യ വിവച്ഛേദത്തിന്റെ ഒരു മേഖല തുറന്നു വെക്കുന്ന സമയത്തൊക്കെയും ഓടി ഒളിക്കാനും സംവാദത്തിന്റെ മുഖത്തിനുള്ളുകൊണ്ട് പിന്തിരിയാനും കേരളത്തിലെ പല സ്ഥലത്തും അവർ
നടത്തിക്കൊണ്ടിരിക്കുന്ന സത്യം പ്രദർശനത്തിലൂടെ, ക്ലിപ്പിങ്ങിലൂടെ അത് ഈ കോഴിക്കോട് മുതലക്കുളത്ത് പ്രദർശിപ്പിക്കാൻ കൂടിയാണ് SKSSFന്റെ ഇസ്തിഖാമ ഈ സംരംഭം ഒരുക്കിയത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുടിപ്രചാരകരുടെ ഒരു നേതാവ് അയാളുടെ സ്വന്തം നാട്ടിൽ ഇമേജ് നിലനിർത്താനുള്ള വ്യഗ്രതയിൽ മുടിക്ക് വേണ്ടി സംവാദം നടത്താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇരുന്നപ്പോൾ SKSSFന്റെ ആശയപ്രചാരക വേദിയായ ഇസ്തിഖാമ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള മുടി അത് പ്രവാചകരുടേതാണെന്ന് സമർത്ഥിക്കാൻ അവർ തയ്യാറാണെന്നും അതവർ തയ്യാറാവുകയില്ല, അത് സമർത്ഥിക്കാൻ അവർക്ക് സാധ്യമല്ല, അത് വ്യാജമാണെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാദത്തിന്റെ മുഖത്ത് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി മുഖാമുഖം ഇരുന്നപ്പോൾ ഏതൊന്നിനു വേണ്ടിയാണോ അവർ ഇരുന്നത് എന്നത് പാടെ വിഴുങ്ങിക്കൊണ്ട് മർക്കസിലെ മുടി തിരുക്കേശമാണ് എന്ന വാദം സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന മട്ടിൽ വാദമുഖത്തുനിന്നുകൊണ്ട് പിന്തിരിയുന്ന കാപട്യ സമീപനമായിരുന്നു ആ സംവാദത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കൽ സംരംഭത്തിൽ അവർ ചെയ്തത്. ഏതൊരു കാര്യത്തെ സംബന്ധിച്ചുകൊണ്ടായിരുന്ന വാദമുണ്ടായിരുന്നത് ആ വാദം ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ വാദത്തെ സംബന്ധിച്ചുകൊണ്ട് സംവാദം നടത്താനല്ല ഞങ്ങൾ കരാറ് തയ്യാറാക്കുന്നത് എന്ന് പറയുമ്പോൾ, പിന്നെ ഏത് കാര്യത്തിന് എന്നതിന് മറുപടി പോലും നൽകാൻ സാധിക്കാതെ ഏകപക്ഷീയമായി സംവാദത്തിൽ നിന്നുകൊണ്ട് പിന്തിരിയുന്ന, സംവാദത്തിന് മുഖാമുഖം ഏറ്റുമുട്ടാൻ തന്റേടം നഷ്ടപ്പെട്ട ആ വിഭാഗത്തിന്റെ തനി സ്വരൂപം പച്ചക്ക് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വേദി SKSSFന്റെ ഇസ്തിഖാമ ഇവിടെ സംഘടിപ്പിച്ചത്. ഇത് ആശയപ്രചരണത്തിന്റെ ഭാഗമാണ്. ആശയത്തെ പ്രചരിപ്പിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആരാധനയാണ്, അവന്റെ ദൈവത്താണ്. ഒരു സമൂഹത്തിലുള്ളതുപോലെ ഓരോ വ്യക്തിക്കും ഈ ദൈവ പ്രവർത്തനം ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ വ്യക്തി സംസ്കരണത്തിലൂടെ സമൂഹ ബാധ്യത നിർവഹിച്ചുകൊണ്ട് ഈ പ്രദേശത്ത്, നമ്മുടെ കേരളത്തിൽ പ്രബുദ്ധരായ സാംസ്കാരിക ബോധമുള്ള പ്രബുദ്ധ കേരളത്തിന്റെ മുമ്പിൽ അന്ധവിശ്വാസങ്ങൾ നടപ്പാക്കാനുള്ള കാന്തപുരത്തിന്റെ ആളുകൾ അടക്കമുള്ളവരുടെ ചില നിലപാടുകൾ, അതിന് പ്രബുദ്ധ കേരളം ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് ഈ സംവാദം നമ്മുടെ ഈ സമൂഹത്തിൽ നൽകിയിട്ടുള്ള പാഠം. വ്യക്തികളുടെയും ആൾദൈവങ്ങളുടെയും പിന്നാലെ പോയി ഒരു സമൂഹത്തെ മുഴുവനും അന്ധവിശ്വാസത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളേതര സംസ്ഥാനത്ത് വേരോട്ടം കുറിക്കപ്പെട്ട സംഗതിക്ക് കേരളത്തിലാവട്ടെ ചില ഭാഗത്ത് വേരോട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതിഷേധിക്കാനും അനുഭവ സമ്പത്തിന്റെ അക്ഷരങ്ങൾ നിരത്തിക്കൊണ്ട് സംവാദത്തിലേക്ക് മുന്നോട്ട് വരാനും ആൾദൈവത്തിന്റെ പിന്നാലെ പോയ ആളുകൾ പോലും ഈ കേരളീയ ഉമ്മത്തിനോട് പറയാൻ തയ്യാറായ സ്ഥിതിവിശേഷമാണ് സമകാലിക കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളത്തിലെ ചില ഭരണ സംവിധാനങ്ങൾ ആരെന്ത് അന്ധത പറഞ്ഞാലും അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് അപകടമാണ്. ആയുധങ്ങളുടെ പിന്നാലെ പോകുന്നവർക്കും അന്ധവിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുന്നവർക്കും മുടിപ്രചാരകർക്കും പാനപാത്ര പ്രചാരകർക്കും ആത്മീയ കച്ചവടക്കാർക്കും എന്ത് വിളയാട്ടവും നടത്താൻ എന്ന മട്ടിൽ നമ്മുടെ ഈ കേരളത്തിൽ, പ്രബുദ്ധ കേരളത്തിന് മുമ്പിൽ ചില ഭരണകൂട മേധാവികളും ചെയ്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ചില സംവിധാനത്തിന്റെ മുമ്പ് ചെറുത്തു നിൽക്കാൻ SKSSF ഈ സംവാദത്തിലൂടെ മുന്നോട്ട് വരികയാണ്.
കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ ഒരു ഇലക്ഷന്റെ മുമ്പിൽ ഒരു സംവാദത്തിന്റെ മുഖത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്തുണ്ടായേക്കാവുന്ന ചിലരുടെ അസ്വസ്ഥതകളും അസ്പൃശ്യതകളും സമൂഹത്തിന് മുമ്പിലുണ്ടാക്കാവുന്ന ചില വ്യതിയാനങ്ങളും കണക്കിലെടുത്തുകൊണ്ടും അതൊരു രാഷ്ട്രീയത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് കൊണ്ടുവന്ന് പലരും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും എന്നതുകൊണ്ടും ഈ കുറഞ്ഞ കാലത്ത് കുറച്ചായി ഈ സംവാദത്തിന്റെ മുഖത്തൊരു ഇടവേള സംഭവിച്ചിട്ടുണ്ട്. വിഷയത്തിൽ നിന്നുകൊണ്ടുള്ള പിന്തിരിയലോ പ്രബോധന ദൌത്യത്തിൽ നിന്നുകൊണ്ടുള്ള അമാന്തം കാണിക്കലോ അല്ല, മറിച്ച് ഏതെന്ന് പറഞ്ഞാലും കേരളത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ ഭൂമികയിൽ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടം നൽകണ്ട എന്ന സതുദ്ദേശം മാത്രമാണ് ഈ ഇടവേളയുടെ പ്രധാന കാരണം. അതുകൊണ്ട് വരാൻ പോകുന്ന കേരളത്തിൽ പ്രകടമായി തെളിഞ്ഞു വരാൻ പോകുന്നത് പാനപാത്ര പിച്ച പ്രചാരകരുടെയും മുടിധാതാക്കളുടെയും കപടമുഖം വീണ്ടും പിച്ചു ചീന്തപ്പെടുകയാണ്. എന്തുകൊണ്ട് SKSSF വീണ്ടും ഇതൊരു സംവാദത്തിന് കൊണ്ടുവന്നു എന്ന ചോദ്യം ഞങ്ങൾ പ്രസക്തമായി തന്നെ പറയുന്നത്, കഴിഞ്ഞ കുറച്ച് നാളുകളോളം കേരളത്തിലെ വിവാദങ്ങൾ നടന്ന പശ്ചാത്തലത്തിൽ കാന്തപുരം, കോഴിക്കോട്, കടപ്പുറത്ത് മോദിയുടെ പ്രചാരണത്തിന് വേണ്ടി നടത്തിയ വേദിയിൽ പാനപാത്രം കൊണ്ടുവരുന്ന അവസ്ഥയുണ്ടായി. ആ പാനപാത്രം കൊണ്ടുവരിക മാത്രമല്ല, വർഷം തോറും റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ച മുടിക്ക് വേണ്ടി ആദ്യത്തെ വെള്ളം കുടിക്കാനും കുടിപ്പിക്കാനും അന്ധവിശ്വാസികളായ ഒരുപാട് ആളുകളെ മർക്കസിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വാശിമൂത്ത ചില കുബുദ്ധികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം ശക്തിപ്പെടുന്നതുകൊണ്ടുകൂടി ഇത് സമൂഹത്തോട് കൂടുതൽ പറയാൻ SKSSF നിർബന്ധിതരായതാണ്. മോദിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു കാര്യമേ നമ്മുടെ മുമ്പിൽ ഉത്തരവാദിത്തമുണ്ടായിരുന്നുള്ളൂ. നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയല്ല എന്ന് സമർത്ഥിക്കുക മാത്രം. ആ മുടി നബി തങ്ങളുടേതല്ല, അത് പറയുക മാത്രമായിരുന്നു നമ്മുടെ ഉത്തരവാദിത്തം. അത് പറഞ്ഞു. പിന്നെ ആരുടേതാണ് എന്ന് തേടിപ്പോകേണ്ട ബാധ്യത SKSSFനോ സമസ്തക്കോ ഉണ്ടായിരുന്നില്ല. ആരുടേതായാലും നബി തങ്ങളുടേതല്ലെങ്കിൽ പൂർണ്ണമായും അത് അവഗണിക്കപ്പെടണം. അത് തിരുക്കേശമെന്ന് സമ്മതിക്കപ്പെടുക സാധ്യമല്ല. പക്ഷെ പാനപാത്രം കൊണ്ടുവന്നതിലെ അപകടം രണ്ടാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതല്ല എന്ന് സമർത്ഥിക്കുന്തോറും പിന്നെ ആരുടേതാണ് എന്ന അപകടം തെളിഞ്ഞു വരികയാണ്. തിരുക്കേശമെന്ന വ്യാജേന കൊണ്ടുവന്ന വ്യാജ മുടിക്ക് ഈ അപകടം ഉണ്ടായിരുന്നില്ല. അത് കോഴിക്കോട്ട് അമ്മുന്റെയോ അതല്ലെങ്കിൽ ആക്രി കച്ചവടക്കാരന്റെ തെരുവുവേശ്യയുടെ മുടിയോ എന്തോ ആകട്ടെ, ആ മുടി ആരുടേതാണെന്ന സംവാദത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. പക്ഷെ പാനപാത്രം നബി തങ്ങളുടേതല്ല എന്ന് മാത്രമല്ല, പിന്നെ ആരുടേതാണ് എന്ന് പ്രകടമാകുമ്പോൾ അപകടം ചതിക്കൊടി അപാരമാണ്. അതുകൊണ്ടാണ് കൊണ്ടുവന്ന പാനപാത്രം തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടായതും. ഞങ്ങളിപ്പോഴും വെല്ലുവിളിക്കുകയാണ്, ആ പാനപാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് സംവാദം നടത്താൻ തയ്യാറുണ്ടോ? ഈ മുതലക്കുളത്തൊന്നുകൂടി ആ പാനപാത്രം പ്രദർശിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാന്തപുരം വിഭാഗത്തിനുണ്ടോ? എന്തുകൊണ്ട് പിറകോട്ട് പോയി? കൊണ്ടുവന്ന അതേ ലഗേജിൽ തന്നെ തിരിച്ചു കെട്ടിക്കൊടുത്തതിന്റെ ചേതവികാരം എന്ത്? പക്ഷെ അവർ തിരിഞ്ഞാലും അവർ തിരിയിപ്പിച്ചാലും കുട്ടികൾക്കത് മനസ്സിലാക്കാതെ പാനപാത്രം എന്ന വ്യാജേന സമൂഹത്തിൽ ഞങ്ങൾക്കും കിട്ടി വീണ്ടും ഒരു പാനപാത്രം എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ അപകടം ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. വിശദീകരിക്കാൻ ഞങ്ങൾ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. വലിയ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ ആളുള്ളതുകൊണ്ട് തന്നെ സിയോണിസ്റ്റുകളുടെ ചിഹ്നമായ ഷഡ്ഭുജ സ്റ്റാർ എങ്ങനെ ആ പാത്രത്തിൽ വന്നു എന്ന ചോദ്യത്തിന് ഇന്ന് വരെ മറുപടിയില്ല. ക്ലാസ് റൂമിലും മറ്റു പലവഴിക്കും ചിലർ പറഞ്ഞു നോക്കിയത് മറുപടി മദീനയിൽ അങ്ങനെ ഉണ്ടെന്നാണ്.
ആവർത്തിച്ച് ഞങ്ങൾ ചോദിച്ചു, സ്പോട്ടിൽ വെല്ലുവിളിച്ചു. മദീനയിലെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രവർത്തകർ ക്ലാസ് റൂമിൽ നിന്നുകൊണ്ട് തന്നെ ചോദിച്ചു, ഇത് മദീനയാണ്. ഞങ്ങൾ ഈ മദീനയിൽ വർഷങ്ങളോളമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മദീന മുനവ്വറയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നു, ആർക്കും ഇപ്പോൾ ഇവിടെ വരാം. മദീനയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു ശബ്ദ സ്റ്റാറെങ്കിലും കാണിച്ചു തരാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതാവട്ടെ ഏറ്റവും വലിയ അപകടകാരിയായ സിയോണിസ്റ്റുകളുടെ ചിഹ്നമെന്ന് മാത്രമല്ല, അതേതാനും കുറച്ച് മുമ്പ് ഇതേ വിദ്വാൻ കാന്തപുരത്തിന് മുടിയും ദാനപാത്രവും നൽകിയ അഹമ്മദ് ഹസരജി തന്നെ റംസാൻ ഖദറവ് എന്ന് പറയുന്ന ലോകത്തെ നടികളുടെ കൂടെ ഉല്ലാസയാത്ര നടത്തി ത്രില്ല് ആഘോഷിക്കാൻ വേണ്ടി ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് തന്റെ നെറ്റിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റംസാൻ ഖദറവ്, ആ റംസാൻ ഖദറവിന് തന്നെയാണ് അഹമ്മദ് ഹസരജി ഇതേപോലുള്ളൊരു പാനപാത്രം കൊടുത്തത്. റംസാൻ ഖദറവ് ചെച്ചനിയയിലെ പാവപ്പെട്ട മുസൽമാനെ, നിരപരാധികളെ, രാജ്യത്തിന്റെ അടിസ്ഥാന വർഗക്കാരെ കൂട്ടക്കൊല നടത്തിയ ഏറ്റവും വലിയ ഒരു അക്രമിയും ഏകാധിപതിയുമാണ്. ഇസ്രായേലിന് അനുകൂലമായിക്കൊണ്ട് ഒരു മുസ്ലിം നാമമുള്ള ഒരേ ഒരു നേതാവിന്റെ രാഷ്ട്രത്തലവന്റെ പേര് മാത്രമേ ഇസ്രായേൽ അനുകൂലമായി കൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളൂ. അത് ഈ മുസ്ലിം ചാരപ്രവർത്തനം നടത്തുന്ന ഒരു മുർസാദിക്കായ സാക്ഷാ റംസാൻ ഖദറവാണ്. ആ റംസാൻ ഖദറവ് കാന്തപുരവും അഹമ്മദ് ഹസരജിയും ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ ഒട്ടേറെ എങ്ങനെ നെറ്റിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ റംസാൻ ഖദറവിന് തന്നെ കാന്തപുരത്തിന് കൊടുക്കുന്നതിന് മുമ്പ് ഈ പാനപാത്രം അഹമ്മദ് ഹസരജി കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഇസ്രയേലിന്റെ മൊസാദിന്റെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ നെറ്റിൽ പറയുന്നു, അടുത്ത വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഭരണകൂടത്തിലേക്ക് വരുന്നത് ആദ്യഘട്ടം ഒരുപക്ഷെ നരേന്ദ്രമോദി വന്നിട്ടില്ലെങ്കിലും ശക്തനായ പ്രതിപക്ഷ നേതാവായി അയാൾ വരും. ഇടക്കാലത്ത് വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കും, അല്ലെങ്കിൽ ഇടക്കാലത്ത് വെച്ചുകൊണ്ട് മുന്നണി മാറ്റൊരുക്കലുകൾ ഉണ്ടാകും. ശക്തനായ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരും. ഗുജറാത്തിൽ നടത്തിയ പരിഷ്കരണം വർഷങ്ങളെ കൊണ്ട് ഇന്ത്യക്കാകമാനം നരേന്ദ്രമോദി ഉണ്ടാക്കും എന്ന് പറയുന്നത് ഇസ്രായേൽ ചാരസംഘടനകളാണ്. അതേ മനുഷ്യൻ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം എന്ന് ആഗ്രഹിക്കുന്നത് സാക്ഷാൽ ഇസ്രായേലാണ്. ആ നരേന്ദ്രമോദിയിൽ നിന്നുകൊണ്ടാണ് 5 കോടി കാന്തപുരം കൈപ്പറ്റിയതായി ആരോപിക്കപ്പെട്ടത്. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ അത് നിഷേധിക്കാൻ ഇന്നവരാരും തയ്യാറായിട്ടില്ല. അങ്ങനെ മാത്രമല്ല, നരേന്ദ്രമോദിക്ക് അനുകൂലമായി ഏതെങ്കിലും ഒരു മുസ്ലിം നാമം ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ആധുനിക പണംപെട്ടുകാരൻ മുഫ്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മുഖ്യാധിപത്യം നൽകുന്ന സമ്മേളനമാണ് ഗുജറാത്തിൽ കാന്തപുരം കോടികൾ ചെലവഴിച്ചുകൊണ്ട് നടത്തി ആളില്ലാതെ കേവലം ഉന്നഹാളായി മാറിയ വിധത്തിൽ അവരുടെ സമ്മേളനത്തിന്റെ പരാജയം ജാള്യത മറച്ചുവെക്കാൻ അവർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമിനെ ഒറ്റുകൊടുത്ത് നരേന്ദ്രമോദിക്ക് പിന്തുണ കൊടുക്കുന്നവർക്കൊക്കെ ഓശാന പാടുന്ന, അവർക്കൊക്കെ അനുകൂലമാകുന്ന കാന്തപുരം അതേ സമീപനം തന്നെ സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി വരണമെന്ന് കൊതിക്കുന്നത് കേരളത്തിൽ ഒരു മുസ്ലിം പണ്ഡിതനുണ്ടെങ്കിൽ അത് കാന്തപുരം മാത്രമാണ്. ലോകത്ത് അങ്ങനെ ആഗ്രഹിക്കുന്നത് ഇസ്രായേലാണ്. നരേന്ദ്രമോദിയും കാന്തപുരവും റംസാൻ ഖദറവും അഹമ്മദ് ഹസരജും ഇസ്രായേലും എന്ന ഈ കൂട്ടുമുന്നണി ലോകത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നത് ഇസ്ലാമിന്റെ തകർച്ചയാണ്, രാജ്യത്തിന്റെ ഭദ്രതയുടെ തകർച്ചയാണ്. ആ തകർച്ചയും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണ് അതിന്റെ സിംബലായി വന്ന ഈ പാനപാത്രത്തിന്റെ ചതിക്കൊടിയെ വിളിച്ചു പറയാൻ SKSF തയ്യാറാകുന്നത്. അതുകൊണ്ട് മുടി ആരുടേതാണ് എന്ന് പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ലെങ്കിലും റസൂലുള്ളാഹിന്റേതല്ലെന്ന് പറയുന്നതോടുകൂടി ആ വിഷയത്തിനൊരു പരിമസമാപ്തിയാണെങ്കിൽ പാനപാത്ര നബി തങ്ങളുടേതല്ല എന്ന് സമർപ്പിക്കപ്പെടുന്നതിന്റെ അപ്പുറത്ത് പിന്നെ അത് ആരുടേതാണ് എന്ന് പറയാൻ കൂടി SKSF തയ്യാറാകുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. അതാണ് ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞത്, ഇയാൾ സിയോണിസ്റ്റ് ഏജന്റാണ്. പണ്ട് ശംസുൽ ഉലമ പറയുമ്പോൾ ഈ പാനപാത്രം വന്നിട്ടില്ല. അന്ന് ശംസുൽ ഉലമ പറയുന്ന സന്ദർഭത്തിൽ റംസാൻ ഖദറവ് രംഗത്തില്ല. അന്ന് ശംസുൽ ഉലമ പറയുന്ന സമയത്ത്
ഷഡ്ഭുജ സ്റ്റാറുമായി കാന്തപുരം രംഗപ്രവേശം ചെയ്തിട്ടില്ല. പക്ഷെ ആ വലിയ ഒരു ദൈക്ഷണികനായി ദീർഘദൃഷ്ടിയോടുകൂടി മഹാനായ ശംസുൽ പറഞ്ഞു, ഇയാൾ സിയോണിസ്റ്റ് ഏജന്റാണ്. അന്ന് പറഞ്ഞപ്പോൾ തിരിയാതെ പോയ ആളുകൾക്ക് വളരെ വ്യക്തമായി ഇന്ന് തിരിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇയാൾ സിയോണിസ്റ്റ് ഏജന്റ് തന്നെയാണ്. ഞങ്ങളിത് കേവലം അതിശയോക്തി കലർത്തിയിട്ടോ ആലങ്കാരികർ ചേർത്തുകൊണ്ടോ അല്ല, യാഥാർത്ഥ്യപരമായി പറയുന്നു. ഈ സിയോണിസ്റ്റുകൾക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നവരെ പിടിച്ചുകെട്ടാൻ എസ്കെഎസ്എഫിന്റെ ഇസ്തിഖാമ നീണ്ട ക്യാമ്പയിനുമായി രംഗത്ത് വരാൻ പോവുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിത് വളരെ വ്യക്തമായി തന്നെ ഈ മുതലക്കുളത്ത് ഉത്തരവാദിത്വത്തോടുകൂടി തന്നെ പറയുന്നു. പല വഴികളിലും ഞങ്ങൾ ഈ സംവാദത്തെ സംബന്ധിച്ചിടത്തോളം കാന്തപുരത്തിന്റെ വിഭാഗക്കാർ ചില സ്ഥലത്ത് പെട്ടിക്കട നടത്തി പ്രസംഗിക്കുന്ന പോലെ വിളിച്ചു പറയുക മാത്രമല്ല, ആധികാരികമായി ഞങ്ങൾ സംവാദത്തിന് വേണ്ടി വെല്ലുവിളിച്ചിരുന്നു. പാനപാത്രം പ്രവാചകന്റേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് തയ്യാറാണോ? കാന്തപുരം കൊണ്ടുവന്ന മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന മുടി പ്രവാചകന്റേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംവാദത്തെ പലപ്പോഴും ഞങ്ങൾ വിളിച്ചു. പല വഴികളിൽ അവർ തയ്യാറാണ് എന്ന് പറയുകയും ദ്വീപ് അടക്കമുള്ള സ്ഥലത്ത് പല മേഖലകളിലും അവർ സംവാദത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒളിച്ചോടുകയും ചെയ്തു. യുദ്ധമുഖത്ത് വെച്ചുകൊണ്ട് ഒളിച്ചോടുന്ന കപടവിശ്വാസിയെ പോലെ കാന്തപുരത്തിന്റെ വേഷധാരികളെ നമ്മൾ കണ്ടു. വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി, അഥവാ വ്യവസ്ഥക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംവാദമുള്ളൂ എന്നാണ് നാളിതുവരെ നമ്മളൊക്കെ പറഞ്ഞത്. പക്ഷെ വ്യവസ്ഥയ്ക്കിരിക്കുന്ന സമയത്ത് ജനങ്ങൾ അറിയും സംവാദം നടത്തിയാലെന്ന് മനസ്സിലാക്കി വ്യവസ്ഥയുടെ മുഖത്ത് വെച്ചുകൊണ്ട് ചില മുരുണ്ടൻ ന്യായം പറഞ്ഞുകൊണ്ട് മാറിക്കളയുന്ന ഏർപ്പാടായിരുന്നുവെങ്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ഈ മുതലക്കുളം മൈതാനിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സംസ്ഥാന എസ്കെഎസ്എഫിന്റെയും ഇസ്ലാമിക് സെന്ററിന്റെയും സമസ്തയുടെ ഉലമാക്കളുടെയും എസ്വൈഎസിന്റെയും ഇസ്തിഖാമയുടെയും കൂട്ടായ തീരുമാനപ്രകാരം ഞങ്ങൾ അറിയിക്കുന്നു, യാതൊരു വ്യവസ്ഥയ്ക്കും വേണ്ട, യാതൊരു ഷർത്തുമില്ല, യാതൊരു നിബന്ധനയുമില്ല. എവിടെ വെച്ചുകൊണ്ട് ഭൂമി മലയാളത്തിലോ ലോകത്തെവിടെ വെച്ചുകൊണ്ടും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഇതേറ്റെടുക്കാൻ കാന്തപുരത്തിന്റെ ആര് വന്നാലും ഞങ്ങൾ തയ്യാറാണ്. കാന്തപുരം തന്നെ വരണമെന്നോ പേരോള ത്രിമാന സഖാഫി തന്നെ വരണമെന്നോ അത് ഇൻഡോറിലോ ഔട്ട്ഡോറിലോ ആകണമെന്നോ ഇൻഡോറിൽ തന്നെ വേണമെന്നോ സംവാദത്തിന് വ്യവസ്ഥയുടെ ഷർത്തുകളൊക്കെ തയ്യാറാക്കിയതിന് ശേഷം വേണമെന്നോ ഇങ്ങനെ യാതൊരു നിർദ്ദേശവും നിങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല. നിങ്ങൾ പറയുന്ന എല്ലാ ഭാഗം അംഗീകരിച്ചുകൊണ്ട് ഒരൊറ്റ പോയിന്റ് മാത്രം വെച്ചുകൊണ്ട് കോഴിക്കോട് കാരന്തൂരിൽ മർക്കസിൽ സൂക്ഷിച്ചിരിക്കുന്ന മുടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് ആണ് എന്ന് തെളിയിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അത് റസൂലുള്ളാഹിന്റേതല്ല എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നുകൊണ്ട് ആകാശത്തിന്റെ ചുവട് ഭൂമിക്ക് മേലെ ദുനിയാവിൽ എവിടെ വെച്ചുകൊണ്ടും സംവാദം നടത്താൻ എസ്കെഎസ്എഫിന്റെ ഇസ്തിഖാമ തയ്യാറാണ്. ഇതിന് എസ്വൈഎസ് വരേണ്ട കാര്യമില്ല, ഇതിന് സമസ്തയുടെ മുശാവറ വരേണ്ട കാര്യമില്ല, ഇതിന്റെ എസ്കെഎസ്എഫിന്റെ സംസ്ഥാന കമ്മിറ്റി വരണ്ട. ചുറുചുറുക്കുള്ള യുവതുർക്കികളായ ചങ്കൂറ്റമുള്ള ആശയത്തിന്റെ പടവാളുകളായ MP അബൂബക്കർ ദാരിമിയും ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുബടിയും ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനിയും അടക്കമുള്ള ഇസ്തിഖാമ ടീം ആദർശത്തിന്റെ പടവാളുകൾ, ഈ യുവജന ടീം തന്നെ മതി. എവിടെ വെച്ചുകൊണ്ടും സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. പച്ച വെളിച്ചത്തോ ഇരുട്ടിന്റെ മറവിലോ എന്ത് നിങ്ങൾ പറയുന്ന ഏത് സ്ഥലത്ത് വെച്ചുകൊണ്ടും. പക്ഷെ ഒന്ന് മാത്രം, ആ മുടി നബി തങ്ങളുടേതാണോ അല്ലേ? ഒരു ചെറിയ പ്രശ്നമല്ല, വലിയ പ്രശ്നമാണത്. ആ പ്രശ്നത്തിനുമ്പിൽ സംവാദത്തിനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ സമ്മേളനം ഞങ്ങൾ നടത്തുന്നത്. എന്തുകൊണ്ടങ്ങനെ പറയാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു എന്ന് ചോദിക്കുന്നതിന്റെ വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് അടുത്ത പ്രഭാഷണങ്ങളൊക്കെ നടക്കുന്നത്. മണ്ണാർക്കാട് വ്യവസ്ഥയിൽ കൊണ്ട് കാന്തപുരം വിഭാഗം ഒളിച്ചോടിയ രംഗമടക്കം ഇവിടെ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. പാനപാത്രത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട പലതിന്റെയും അപകടങ്ങളും ചതിക്കുഴികളും വ്യക്തമായി ഇവിടെ പരാമർശിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരത്തിന്റെ ഉടനെ
അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവിന്റെ ഉദ്ഘാടന പ്രഭാഷണം ഇവിടെ നടക്കും. അതോടൊപ്പം തന്നെ പല പ്രഗത്ഭരായ ആളുകളും ഇവിടെ പ്രസംഗം നടത്തുകയാണ്. പല വഴികളിലൂടെയും പല മേഖലകളിലൂടെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശുഭപ്രതീക്ഷകളും ശുഭവാർത്തകളും നാളുകൾ അല്പം കഴിയുമ്പോഴേക്കും തെളിഞ്ഞു വരാനിരിക്കുന്നു എന്ന ഒരു ചെറിയ എളിയ അഭിപ്രായത്തോടുകൂടി ആവശ്യമാകുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഒരു പൊളിച്ചെഴുത്ത് വരും നാളുകളിൽ കാണാൻ പോകുന്നു എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയുമ്പോഴേ അത് പൂർണ്ണമാകൂ എന്നുകൂടി മനസ്സിലാക്കുന്നു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാൻ പോകുന്നത് മെയ് 16-ാം തീയതിയാണ്. മെയ് 15-ാം തീയതി വരെ ഇനിയും സമയം ബാക്കിയുണ്ട്. കാന്തപുരം പറയണം ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്തത് എന്ന്. നിങ്ങൾ ആർക്ക് ചെയ്തു എന്ന് സമൂഹത്തിനറിയാം. ഒരു ഭാഗത്ത് ഒരു വഴി പറയുമ്പോ മറുഭാഗത്ത് മറ്റൊരു യോഗമെന്ന നാട്യം നടത്തി ഒരു ചാനലിനോട് രാവിലെ എന്ന് പറയുകയും വൈകുന്നേരം അത് നിഷേധിക്കുകയും ചെയ്യുന്ന കാപട്യമുള്ള രാഷ്ട്രീയമുണ്ടല്ലോ. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. 16-ാം തീയതി ഉച്ചയ്ക്ക് പത്രസമ്മേളനം നടത്താൻ നിൽക്കണ്ട, ഞാൻ വോട്ട് ചെയ്തിട്ടാണ് ഇന്നാൾ MP ആയത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഘവൻ അടക്കമുള്ള E.T. മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കമുള്ളവർക്ക് എപ്പോഴാണോ കൗണ്ടിംഗ് കഴിഞ്ഞ് പുറത്തു വരുന്നത്, ജയിക്കുന്നു എന്ന് മനസ്സിലാക്കിയ MP-ക്ക് നേരെ കൊണ്ടുപോയി കൊടുക്കുന്നു അഭിനന്ദനത്തിന്റെ കത്ത്. മർക്കസിന്റെ വർണ്ണാഭിരാപമായ ലെറ്റർ ഹെഡിൽ കാന്തപുരം സൈൻ ചെയ്ത കത്ത്. ആ കത്ത് കൊടുക്കുന്നു. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നത് ഞങ്ങൾ നേരത്തെ അറിയാം. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ, ഞങ്ങളുടെ പ്രവർത്തകർ നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾ വിജയിച്ചു. രജീന്ദ്ര സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കാനും സുന്നി സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനും സുന്നികൾക്ക് ആവശ്യമായി പരിഗണന നൽകാനും നിങ്ങൾ ഈ 5 വർഷം നിങ്ങളുടെ MP സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. എല്ലാ അഭിനന്ദനങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഘവന്റെ കത്ത്, എന്ന് പറഞ്ഞുകൊണ്ട് E.T. മുഹമ്മദ് ബഷീർ സാഹിബിന്റെ കത്ത്, അഹമ്മദ് സാഹിബിന്റെ കത്ത്, വിജയിച്ച സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണോ അങ്ങനെയൊക്കെ അവർക്കൊക്കെ കത്ത്. നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് കേരളത്തിൽ അവർ ആകെ തയ്യാറാക്കിയിരിക്കുന്നത് 41 കത്താണ്. എന്താ കാര്യം? കോഴിക്കോട് പാർലമെന്റ് രാഘവൻ ജയിച്ചാൽ രാഘവന് കൊടുക്കാം, റിയാസ് ജയിച്ചാൽ റിയാസിന് കൊടുക്കാം. മറ്റു സ്ഥലങ്ങളിലെല്ലാം ആരാണ് വിജയിക്കുന്നത് അവർക്കൊക്കെ കൊടുക്കാം എന്ന് മനസ്സിലാക്കി അവരൊക്കെ വിജയിച്ചു, ഞങ്ങൾ നിങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞ 41 കത്ത്. അതെന്താ 41 കത്ത്? ഒന്ന് തിരുവനന്തപുരത്തെ ഒരു രാജഗോപാലിന് ജയിക്കാൻ അല്പം സാധ്യത ഉണ്ടായിരുന്നു. ജയിച്ച എന്റെ വകയിൽ കിടക്കട്ടെ എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള നാട്യം, വിജയിച്ച സ്ഥാനാർത്ഥിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടാ വിജയിച്ചത് എന്ന് പറഞ്ഞ നാട്യം, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ മുസ്ലിം ലീഗിന് 20 സ്ഥാനം കിട്ടിയപ്പോൾ പറഞ്ഞതെന്താ? ഞങ്ങളുള്ളത് കൊണ്ട് ലീഗിന് 20 കിട്ടി, ഇല്ലെങ്കിൽ 1 or 2 മാത്രം കിട്ടി ഒതുങ്ങിയേനെ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു 16-ാം തീയതിന്റെ മുമ്പാകെ ആര് ജയിക്കും എന്നല്ലെങ്കിലും ഞങ്ങൾ ആരെ പിന്തുണച്ചു എന്ന് പറയാൻ തയ്യാറാവണം. 16-ാം തീയതി നിങ്ങൾ നാവ് നിവർത്തിയാൽ കേരളം ആ 8 കാലും മമ്മൂന്നിനെ പുറങ്കാലുകൊണ്ട് വീണ്ടും തട്ടും എന്നുകൂടിയാണ് ഈ സന്ദർഭങ്ങൾ പറയാനുള്ളത്. കാത്തിരിക്കാം. ആരെ പിന്തുണച്ചു എന്ന് പറയണം. രാഷ്ട്രീയം നിങ്ങളുടെ അജണ്ട അല്ല എന്നല്ല, രാഷ്ട്രീയം തന്നെയാണ് നിങ്ങളുടെ അജണ്ട. അത് വെച്ചുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരു പാർട്ടിക്കും നിങ്ങളെ വിശ്വാസമില്ല, ഒരു മുന്നണിക്കും നിങ്ങളെ വിശ്വാസമില്ല. നിങ്ങൾ പണം പറ്റിയ നരേന്ദ്രമോദിക്ക് പോലും നിങ്ങളെ വിശ്വാസമില്ല. ആ വിശ്വാസമില്ലായ്മ എന്ന രാഷ്ട്രീയ കപടനാട്യത്തിന്റെ ആളുകൾ കൂടിയായി കാന്തപുരം ഈ കഴിഞ്ഞ ചരിത്രത്തിൽ മാറിയിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഒരു മീഡിയയും കാന്തപുരത്തിന്റെ പ്രഖ്യാപനത്തിനോ ഒരു മീഡിയയും കാന്തപുരത്തിന്റെ നിലപാടിനോ കാന്തപുരം എന്റെ നിലപാടെടുക്കും എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് വാർത്തയാക്കാനോ കേരളത്തിലെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളൊന്നും തയ്യാറാവാതിരിക്കാനുള്ള കാരണം കാന്തപുരത്തിന്റെ നാട്യത്തിന് പുല്ലുവില മാത്രമേ പ്രബുദ്ധ കേരളവും രാഷ്ട്രീയ കേരളവും കൽപ്പിച്ചിട്ടുള്ളൂ എന്നതിന്റെ വ്യക്തമായ തെളിവാണ് ഈ കഴിഞ്ഞ നാളുകളിലെ വാർത്തകൾ സൂചിപ്പിക്കുന്നത്. എടുക്കാത്ത നാണയമായി കേരളം വിട്ടോടേണ്ട ഗതികേട് മുടിപ്രചാരകനും
പാനപാത്ര പ്രചാരകനും ഉണ്ടാകും. വരും നാളുകൾ കേൾക്കാൻ പോകുന്ന വാർത്ത അത്രമാത്രം പ്രസക്തമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.